അപ്പോൾ ഈ ഫെബ്രുവരി 8 ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിറ്റേ ദിവസം ദുബായിക്ക് ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായി പോയി, വീഡിയോസ് ഇടാനോ ഒന്നും പറ്റിയില്ല ആ ദിവസം. അപ്പോൾ അന്ന് പക്ഷേ ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. ഫെബ്രുവരി 8 തന്നെ നമ്മൾ ആഘോഷിച്ചു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെ ഗ്രാൻഡ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ചേച്ചിയും ചേട്ടനും ഗിഫ്റ്റ് എന്ന സ്വീറ്റ്സാണ്. പിന്നെ എനിക്ക് കുറേ ഡ്രസ്സും ചെരുപ്പും എല്ലാം ഗിഫ്റ്റ് കിട്ടി. ഇത് ഹസ്ബൻഡിൻ്റെ വക ഡ്രസ്സായിരുന്നു. ഈ ചെരുപ്പ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ്. ഈ ഡ്രസ്സ് എനിക്ക് സർപ്രൈസായിട്ട് തന്നെ ആൾ പോയി വാങ്ങിച്ചാണ്. മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റായിരുന്നു. സുഡിയോ ആണ്, അടിപൊളി മെറ്റീരിയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏത് രീതിയിലും സ്റ്റൈൽ ചെയ്യാനും ഒക്കെ പറ്റിയതാണ്. ഇതെൻ്റെ നാത്തൂൻ്റെ വക ഡ്രസ്സായിരുന്നു. നല്ല കോഡ് സെറ്റാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവളത് നോക്കിയെടുത്തതാണ്. പിന്നെ മീഡിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പോക്കറ്റൊക്കെ ഉള്ള ടൈപ്പ് ടോപ്പാണ്, അടിപൊളിയാണ്, സൂപ്പറായിട്ട് ഇട്ടു. പിന്നെ എൻ്റെ അനിയൻ്റെ വക 4 ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം ഷേപ്പൊക്കെ ചെയ്യണം, സൈസ് ഇത്തിരി വലുതാണ്, പക്ഷേ അടിപൊളി മെറ്റീരിയലാണ്. ഓഫീസ് വെയർ ആയിട്ടോ നമുക്ക് അല്ലാതെയൊക്കെ ഇടാൻ പറ്റും, സിമ്പിളായിട്ട് ഇടാനും പറ്റും. പാൻസ് ഇടണമെന്ന് നിർബന്ധമില്ല, സീറ്റില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് ഷേപ്പൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്, പക്ഷേ സൂപ്പറാണ്, ഇടാൻ ഭയങ്കര കംഫർട്ടാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കളറും ഭയങ്കര രസമായിട്ടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കളർ. ഇതാണ് ഏറ്റവും സൂപ്പർ അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല നൈസ് പെർഫെക്റ്റ് മെറ്റീരിയലാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാം ഇടാനും. കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്ത് ഫിനിഷാണ്. പിന്നെ ഇതിൻ്റെ നെക്കും ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷോളില്ലാതെ ഇതുപോലെ ഇട്ടാലും നല്ല രസമുണ്ടാവും. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് എല്ലാം ഇട്ട് വെക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ടും പോയി, ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴാണൊന്ന് ഓക്കെ ആയപ്പോഴാണ് ഇതിടുന്നത്. ഇതും എൻ്റെ ബ്രദറിൻ്റെ വകയാണ്. അപ്പം ക്രോപ്പ് ടോപ്പ് ഞാൻ കയ്യിലുണ്ടായിരുന്നൊരു പാൻറ്റ് വെച്ച് പെയർ ചെയ്തേ ഉള്ളൂ. ഇത് ഏതിൻ്റെ കൂടെയും നമുക്ക് ചെയ്യാം, പലാസോൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ. ഇതും അതെ, ഭയങ്കര രസമുള്ള മെറ്റീരിയലാണ്. എല്ലാം ഒന്നും ചെയ്യണ്ട, 2 കുർത്ത മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു. അടിപൊളിയായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു.